നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മനോഹര ദ്വീപ് വെള്ളത്തിൽ അപ്രത്യക്ഷമായതായി കണ്ടെത്തി സ്കൂൾ വിദ്യാർത്ഥികൾ. ആർട്ടിക് മഹാസമുദ്രത്തിൽ റഷ്യയുടെ ഭാഗമായിരുന്ന ഒരു ദ്വീപ് അപ്രത്യക്ഷമായതായി കണ്ടെത്തി ഒരു കൂട്ടം സ്കൂൾ വിദ്യാർത്ഥികൾ. പഠനത്തിന്റെ ഭാഗമായി നടത്തിയ സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ വിശകലനമാണ് ഈ കണ്ടെത്തലിലേക്ക് കുട്ടി ഗവേഷകരെ നയിച്ചത്. ആർട്ടിക് സമുദ്രത്തിലെ 190-ലധികം ദ്വീപുകളുള്ള റഷ്യൻ ദ്വീപ് സമൂഹമായ ഫ്രാൻസ് ജോസഫെ ലാൻഡിലെ വലിയ ഇവാലിവ് ദ്വീപിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഐസ് ആൻഡ് ഗ്രിറ്റിന്റെ ഒരു പാളിയായിരുന്നു മെസ്വാറ്റ്സെവ് ദ്വീപ്. ഐസ് മൂടിക്കിടന്നിരുന്ന ഈ ചെറുദ്വീപ് കാഴ്ചയിലത്ര മനോഹരമായിരുന്നു. 2010-ൽ 11.8 മില്യൺ സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ഈ ദ്വീപിന് വിസ്തൃതി ഉണ്ടായിരുന്നത്. ഏകദേശം 20 അമേരിക്കൻ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ വലിപ്പമായിരുന്നു ഇത്. എന്നാൽ 2024 ഓഗസ്റ്റ് 12-ന് വിദ്യാർത്ഥികൾ വിശകലനം ചെയ്ത പുതിയ ഉപഗ്രഹ ചിത്രം വെളിവാക്കിയത് ആർട്ടിക്കിൾ ഈ ദ്വീപ് ഭാഗികമായി അപ്രത്യക്ഷമായി എന്നാണ്. 3,23,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതി മാത്രമേ ദ്വീപിന് ഓഗസ്റ്റ് 12-ലെ വിശകലനത്തിൽ കണ്ടെത്താനായുള്ളൂ. എന്നാൽ സെപ്റ്റംബർ 3-ന് പകർത്തിയ സാറ്റലൈറ്റ് ചിത്രം പറയുന്നത് ഇത് പൂർണ്ണമായും അപ്രത്യക്ഷമായി എന്നും. വിദ്യാർത്ഥികൾ അവരുടെ പ്രോജക്റ്റിന്റെ ഭാഗമായി നടത്തിയ സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ വിശകലനത്തിലാണ് ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തലുള്ളത് എന്ന് റഷ്യൻ ജിയോഗ്രാഫിക് സൊസൈറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ആഗോളതാപനം കാരണം മഞ്ഞുരുകിയതാവാം ഈ ദ്വീപ് അപ്രത്യക്ഷമാകാൻ കാരണമായിട്ടുണ്ടാകുക എന്ന് മോസ്കോ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനും കുട്ടികളുടെ പഠനത്തിന് മേൽനോട്ടക്കാരനുമായ അലക്സി കുഷെയ്ക്കോ പറഞ്ഞു. എന്നാൽ ഇക്കഴിഞ്ഞ പതിറ്റാണ്ടിനിടെയാണ് മഞ്ഞുരുകലിന്റെ വേഗം വർദ്ധിച്ചത്. 2015-ൽ 5.7 മില്യൺ സ്ക്വയർ ഫീറ്റ് വലിപ്പം ദ്വീപിനുണ്ട് എന്ന് കണക്കാക്കിയിരുന്നു. 2010-ലുണ്ടായിരുന്ന വലിപ്പത്തിന്റെ ഏതാണ്ട് നേർപകുതി മാത്രമായിരുന്നു ഇത്. ഉരുകി എപ്പോൾ വേണമെങ്കിലും ദ്വീപ് അപ്രത്യക്ഷമാകാം എന്ന അനുമാനത്തിൽ ഈ ദ്വീപിനെ കുറിച്ച് പഠിക്കുന്നത് പല ഗവേഷകരും 2022-ഓടെ അവസാനിപ്പിച്ചിരുന്നു. എന്നിട്ടും 2024 ഓഗസ്റ്റിൽ വിദ്യാർത്ഥികൾ നടത്തിയ ഉപഗ്രഹ ചിത്ര വിശകലനത്തിൽ ഈ ദ്വീപ് അവശേഷിക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു.